ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രീനി ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഒരു ആലിയ കട്ട് കുർത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തുണി എടുത്തിട്ടുള്ളത് 3 മീറ്ററാണ്. 3 മീറ്ററിൻ്റെ ഷിഫോൺ മെറ്റീരിയലിൽ ഇതിൽ ചെറിയൊരു ഡിസൈൻ വരുന്നൊരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ക്രേപ്പിൻ്റെ ലൈനിങ്ങാണ് 3 മീറ്റർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് പാർട്ടിൽ നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്, ഫ്രിൽസ് കൊടുക്കാതെ. ഫ്രണ്ടിൽ മാത്രമാണ് ഫ്രിൽസ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കണം. അപ്പോൾ ഇത് ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലൈനിങ് തുണിയാണിത്. ലൈനിങ് തുണീനെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് എനിക്കിവിടെ 46 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് എടുത്ത് കൊടുക്കുന്നത്. അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറവായിട്ടാണ് നമ്മളിവിടെ ലൈനിങ് തുണിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ലൈനിങ് തുണി ഇവിടെ 44 ഇഞ്ചിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ആദ്യം തന്നെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ഞാനിവിടെ 6.5 ആണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ആം ഹോളും 6.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആം ഹോളും 6.5 തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ചെസ്റ്റിൻ്റെ അളവോടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ചിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് ഈ കോർണറിൽ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. ആം ഹോൾ ഇങ്ങനെയൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് ലെങ്ത്ത് ഞാൻ ഇവിടെ 14 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റ് വിഡ്ത്ത് 7.5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പം 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പോയിൻറ്റും ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അതിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ എ ലൈൻ കുർത്തി മാർക്ക് ചെയ്ത് കൊടുക്കുന്ന മാതിരി ഇവിടുന്ന് നേരെ താഴേക്ക് ഇങ്ങനെ താഴേക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതപ്പോൾ താഴെ വരെ ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴെ ഞാനിവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ നിന്ന് 3 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കണം. താഴ്ഭാഗം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്, ഫ്രിൽസ് ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ എ ലൈൻ കുർത്തിക്ക് എങ്ങനെയാണോ മാർക്ക് ചെയ്തെടുക്കുന്നത് അതേമാതിരിയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്ക് ഞാനിതിൽ മാർക്ക് ചെയ്യുന്നില്ല. നെക്ക് നമുക്ക് ക്യാൻവാസിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ലൈനിങ് തുണി വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ നല്ല തുണീൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ലൈനിങ് തുണി വെച്ചിട്ട് ഇതൊന്നിങ്ങനെ നല്ല തുണി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തുണി കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് തുണീനേക്കാളും ഒരു 2 ഇഞ്ചെങ്കിലും ലെങ്ത്ത് കൂടുതൽ കൊടുക്കണം. നമ്മൾ ലൈനിങ് തുണിയിൽ 2 ഇഞ്ച് കുറവായിട്ടാണ് ലെങ്ത്ത് കൊടുത്തത്. അപ്പോൾ അതും ചേർത്തിട്ട് വേണം നല്ല തുണിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് അടുത്തതായിട്ട് നമുക്ക് ഫ്രണ്ടിൽ പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ തുണി രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് യോക്ക് പാർട്ടാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. യോക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ യോക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി എനിക്കിവിടെ യോക്കിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഞാൻ അവിടെ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 15 ഇഞ്ച് ഇവിടെ നിന്നിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഷോൾഡർ നമ്മൾ 6.5 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അതേമാതിരി തന്നെ ആം ഹോളും 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിട്ട് ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോർണറിലായിട്ട് നമ്മളിത് അവിടെ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആം ഹോളൊന്ന് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് നമ്മൾ ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ ഭാഗത്തെ വിഡ്ത്ത് വരുന്നത് 7.5 ഇഞ്ചാണ്. തയ്യൽ തുമ്പും ചേർത്ത് നമ്മളിവിടെ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 9 ഇഞ്ച് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ 2 പോയിൻറ്റും ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 ഇഞ്ച് ഈ ഭാഗത്ത് 1 ഇഞ്ച് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്തിട്ട് ഈ ഭാഗം ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതാ ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മൾ ആലിയ കട്ടാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7 ഇഞ്ചിന് മുകളിലേക്ക് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 7 ഇഞ്ചാണ് മുകളിലേക്ക് മാർക്ക് ചെയ്തത്. ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് നമ്മളിതാ ഈ ഭാഗത്തേക്ക് ഒന്നിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 15 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടുന്ന് മുകളിലേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യോക്ക് മാർക്ക് ചെയ്ത ആ ഭാഗം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മളിത് ആലിയ കട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ഇവിടുന്ന് മുകളിലേക്ക് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തിരുന്നു. ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഭാഗം നമ്മളിങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഒരു ഷേപ്പിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തുണിയിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ നമുക്ക് ലൈനിങ് തുണിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ലൈനിങ് തുണീനെ 2 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. 2 ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിനി സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് വേണ്ടത്. നമ്മൾ ടോട്ടൽ ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത് 46 ഇഞ്ചാണ്. ബാക്ക് പാർട്ടിൽ നമ്മൾ 46 ഇഞ്ചാണ് ബാക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 14 ഇഞ്ച് യോക്കിന് എടുത്തു കൊടുത്തു. യോക്കിന് വേണ്ടിയിട്ട് 14 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 46ന്ന് 14 നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 32 ഇഞ്ചാണ് കിട്ടുക. 32 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുമ്പോൾ നമുക്ക് 33 ഇഞ്ച് കിട്ടും. ആ 33 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. സ്കേർട്ടിന് വേണ്ടിയിട്ട് 33 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ലൈനിങ് തുണി ആയതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ച് കുറവായിട്ട് 31 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് 31 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ യോക്കിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഭാഗമുണ്ട്. നമ്മളിങ്ങനെ ലൈൻ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു 7 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ 7 ഇഞ്ച് ഈ മുകൾ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആ 7 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത ഇതേ അളവ് തന്നെ നമുക്കിത് എപ്പുറത്തെ സൈഡിലും കറക്റ്റായിട്ട് ഇതൊന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് താഴേക്കാണ് നമ്മൾ അളവെടുത്ത് കൊടുക്കുന്നത്. നമുക്കിനി അളവ് കൊടുക്കേണ്ടത് 31 ഇഞ്ചാണ്. ഇവിടുന്ന് ഈ മാർക്ക് ചെയ്ത് ഈ പോയിൻ്റിൽ നിന്ന് വേണം താഴേക്ക് 31 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാൻ. 31 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ 31 ഇഞ്ച് മാർക്ക് ചെയ്ത് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ മുകളിൽ നിന്ന് കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സൈഡിൽ മാർക്ക് ചെയ്ത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരച്ചു കൊടുക്കണം. ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ അത് ഇങ്ങനെയാണ് സ്കേർട്ട് പോർഷനിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇത് വെച്ചിട്ട് വേണം നമ്മൾ നല്ല തുണിയിലും കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതാ നമ്മൾ ലൈനിങ് തുണിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്കേർട്ടിൻ്റെ പോർഷൻ നമ്മളത് നല്ല തുണിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല തുണി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല തുണി കട്ട് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് തുണീനേക്കാളും ഒരു 2 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്കേർട്ട് പോർഷനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യോക്ക് പോർഷനും നമ്മൾ ലൈനിങ് തുണി വെച്ചിട്ട് ഇതിൻ്റെ യോക്ക് പോർഷനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. യോക്ക് പോർഷനും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അടുത്തതായിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തുണി ഇതവിടെ 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. സ്ലീവിന് ഞാൻ ലൈനിങ് കൊടുക്കുന്നില്ല, ലൈനിങ് കൊടുക്കാതെയാണ് സ്ലീവ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 17 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. വിഡ്ത്ത് ഞാനിവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വിഡ്ത്ത് ഇവിടെ 9.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ താഴത്തെ വണ്ണം ഞാനിവിടെ ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിൻറ്റും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്ലീവ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഫ്രണ്ടിലെ സ്ലീവ് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഇറക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നെക്ക് ഞാനിവിടെ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ കട്ട് ചെയ്തതിൻ്റെ ശേഷം അതൊന്ന് തുണിയിൽ വെച്ചൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നത് അതിൽ കാണിച്ചിട്ടില്ല, ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. അത് മാത്രമല്ല നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ട് ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നെക്ക് എങ്ങനെ ക്യാൻവാസിൽ കട്ട് ചെയ്യാമെന്നുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഇതൊന്ന് തുണിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി അതൊന്നിങ്ങനെ ക്യാൻവാസിലേക്ക് ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊന്ന് 2ആയിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്ററിൽ അങ്ങനെ ഇരുന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആദ്യം ലൈനിങ് തുണി വെച്ചു, അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചു. ഇതിൻ്റെ സെൻറ്റർ നമ്മളിവിടെ നോട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു. കറക്റ്റായിട്ട് അത് ഒരേമാതിരി വരുന്ന രീതിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ. അതിൻ്റെ മുകളിലേക്ക് ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ അത് മുട്ട സൂചി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം അത് ഈ ക്യാൻവാസിൻ്റെ അരികു കൂടെ ആയിട്ട് ക്യാൻവാസിൽ കയറി പോവാതെ അതിൻ്റെ അരികു കൂടെ ആയിട്ട് നമുക്കതിൻ്റെ നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് നെക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയ കട്ടുകൾ കൊടുക്കാം. അതിനുശേഷം ഈ ക്യാൻവാസിനെ നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ക്യാൻവാസിനുള്ളിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പോൾ ആ ക്യാൻവാസിനെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
ഇപ്പോൾ ആ ക്യാൻവാസ് ഉള്ളിലേക്ക് വെച്ചിട്ട് ഇവിടെ നിന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അത് നമ്മൾ വെച്ച് കൊടുത്ത ക്യാൻവാസിനെ ഈ ലൈനിങ് തുണിയിൽ മാത്രം വരുന്ന മാതിരി ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തുണിയിലേക്ക് പെടാത്ത മാതിരി ലൈനിങ് തുണിയിൽ മാത്രം എടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതാ സ്കേർട്ട് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും നമ്മൾ ലൈനിങ് തുണി നല്ല തുണി ഇങ്ങനെയൊന്നും ചേർത്തിട്ട് മോൾ ഭാഗം മാത്രം ചേർത്ത് വെച്ച് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കറക്റ്റ് അതിൻ്റെ സെൻറ്റർ കറക്റ്റ് വരുന്ന മാതിരി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ ഇത് ബാക്കിയുള്ള ഇത് ഫുള്ളായിട്ട് ഇവിടെ കവറാവുന്ന മാതിരി ഇതൊന്ന് ചെറിയ ഫ്രിൽസ് ഇങ്ങനെ വെച്ച് ആദ്യം ഇതൊന്നിങ്ങനെ ഫ്രിൽസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ആദ്യം ഈ തുണിയിൽ ചെറിയ ഫ്രില്ലുകൾ വെച്ച് ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. കറക്റ്റായി തുണി അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിലും അതേമാതിരി ഫ്രില്ല് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രില്ല് ഇട്ട് കൊടുക്കുമ്പോൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ വരണം. ഇപ്പോൾ അതായത് ഈ സ്കേർട്ട് പോർഷനിൽ നമ്മൾ ചെറിയ ഫ്രില്ലുകൾ ഇങ്ങനെ ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ യോക്ക് പോർഷനിൽ ഇത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇതിൻ്റെ സെൻറ്റർ കറക്റ്റാണ് വരുന്ന മാതിരി വെച്ച് കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററും കറക്റ്റാണ് വരുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അത് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ഫ്രില്ല് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറച്ചധികം വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അവിടെ ഒരു ഫ്രില്ല് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഈ ഫ്രില്ലൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതേമാതിരി തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് കറക്റ്റ് അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ വരുന്ന മാതിരി എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതാ നമ്മളത് സ്കേർട്ട് പോർഷൻ യോക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ നല്ല ഫ്രിൽസ് കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രില്ല് നമുക്കൊന്ന് ഒതുങ്ങി നിൽക്കാൻ വേണ്ടി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അവിടെ അയൺ ചെയ്തെടുത്തിട്ടില്ല. ഒന്ന് അയൺ ചെയ്ത് വെച്ചാൽ നന്നായിട്ട് ഇവിടെ നിന്ന് ഒതുങ്ങി കിട്ടും. അപ്പോൾ അത് നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാനിതവിടെ ബാക്ക് പാർട്ടിലും ക്യാൻവാസ് വെച്ച് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടില്ല. അതിൻ്റെ മുമ്പായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന മാതിരി വേണം വെച്ച് കൊടുക്കാൻ. ഈ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് വേണം ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കാൻ. ഇത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർന്ന് വരുന്ന മാതിരി ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യാൻവാസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നമുക്കിത് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിതവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഷോൾഡറും ഇങ്ങനെ ജോയിൻ ചെയ്തു. അതിന് ശേഷം ബാക്ക് നെക്കും ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ലൈനിങ് തുണി നല്ല തുണി ചേർത്ത് വെച്ച് ഇത് വരയ്ക്കും, ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരയ്ക്കും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ആ സ്ലീവിൻ്റെ താഴെ രണ്ടായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററിൽ നമ്മളിങ്ങനെ ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അതും ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും കറക്റ്റായിട്ട് വരുന്ന മാതിരി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് സ്ലീവ് ഒന്ന് ഇപ്പുറത്തേക്കും അതേമാതിരി തന്നെ അപ്പുറത്തേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഇതിൻ്റെ സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. താഴെയും രണ്ടായിട്ട് മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ലൈനിങ് തുണി നല്ല തുണി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ വേസ്റ്റ് ലൈൻ വരയ്ക്കും ഒന്നിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അവിടുന്ന് താഴേക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതവിടെ ആലിയ കട്ട് കുർത്തി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.